യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്കിന്ന് ആശംസിക്കുന്നു. ദൈവം ഈ വചനം കേൾക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ പാദങ്ങൾക്കൊരു വിളക്കായും വെളിച്ചമായും മാറുന്നു. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മളെന്ന വ്യക്തിയിലൂടെ ഒരാൾ ദൈവനാമത്തിൽ സന്തോഷിക്കാൻ, പ്രത്യാശയുണ്ടാകാൻ ഇടയായെങ്കിൽ അത് സ്വർഗത്തിൽ നമുക്കുള്ള നിക്ഷേപമാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് പ്രത്യാശയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ ഈ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ മനസ്സിലോർത്തു. മുറിവേറ്റവനെ കണ്ട്, വേദനിക്കുന്നവനെ കണ്ട് തിരിഞ്ഞു പോകുന്ന, മുഖം തിരിച്ചു കടന്നു പോകുന്ന ഒരു ദൈവത്തെ എവിടെയും ഞാൻ കണ്ടില്ല. വേദനിക്കുന്നവനെ, ഒറ്റപ്പെട്ടവനെ, വീണുകിടക്കുന്നവനെ, വാടിപ്പോയവനെ, എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ കണ്ടിട്ട് മുഖം തിരിച്ചു പോകുന്ന ഒരു ദൈവത്തെ സുവിശേഷത്തിൽ കാണുന്നില്ല. അതോടൊപ്പം തന്നെ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്ന, മീറ്റിംഗ് കൂടുന്ന, കമ്മിറ്റി കൂടി തീരുമാനിക്കാം, മീറ്റിംഗ് കൂടി തീരുമാനിക്കട്ടെ, എല്ലാവരുടെ അഭിപ്രായമൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കമ്മിറ്റി കൂടുന്ന, മീറ്റിംഗ് കൂടുന്ന ഒരു മീറ്റിംഗ് ഞാൻ എവിടെയും കണ്ടില്ല. വേദനിക്കുന്നവനെ കണ്ട്, മുറിവേറ്റവനെ കണ്ട് അവൻ്റെ അടുത്തു ചെന്ന് അവൻ്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവ് വച്ച് കെട്ടി അവനെ എത്തേണ്ടിടത്ത് സേഫായിട്ട് സുരക്ഷിതമായി എത്തിക്കുന്ന, അവൻ്റെ ജീവിതത്തെ കൈപിടിച്ച് രക്ഷിക്കുന്നൊരു ദൈവത്തെയാണ് സുവിശേഷത്തിൽ കാണുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ആ ദൈവമാണ് നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്നത്. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. ഇന്ന് കേൾക്കുന്ന വചനം സങ്കീർത്തനം 125 അധ്യായം 1-2 വാക്യങ്ങളാണ്. സങ്കീർത്തനം 125 അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതം പോലെയാണെന്ന് ആര്? കർത്താവിൽ ആശ്രയിക്കുന്നവർ. പണത്തിൽ ആശ്രയിക്കുന്നവരല്ല, വ്യക്തികളിൽ ആശ്രയിക്കുന്നവരല്ല, അവനങ്ങനെ കിട്ടിയ ജോലിയിലോ സൗന്ദര്യത്തിലോ ബുദ്ധിയിലോ സ്വാധീനത്തിലോ ബന്ധങ്ങളിലോ ആശ്രയിക്കുന്നവരെക്കുറിച്ചല്ല. ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. 2 വാക്ക് നോക്കിക്കേ. അചഞ്ചലമായി, എന്നേക്കും. അചഞ്ചലമായി എന്ന് പറഞ്ഞാൽ അതത്രമേൽ അനങ്ങാതെ ഉറപ്പ്, അതാണ്. എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, പല പ്രശ്നങ്ങളും നമ്മളെ വല്ലാതെ ഇളക്കും, നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർന്നു പോകുന്ന വിധത്തിൽ നമ്മൾ വല്ലാതെ ഇളകും. പല പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും, വാടിപ്പോകും, ഇല്ലയോ? നമ്മുടെ ജീവിതം വല്ലാതെ ആടി ഉലയുന്ന കപ്പൽ പോലെ നമ്മൾ വല്ലാതെ ആടി ഉലയും. വചനം പറയുവാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഉറച്ചു നിൽക്കും. 2-ാമത്തെ വാക്യം എന്താ അങ്ങനെ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കാനുള്ള കാരണം? കാരണം എന്നാണെന്നറിയണ്ടേ? പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ, ചൂഴ്ന്നു നിൽക്കുക,
ചുറ്റി നിൽക്കുക. ഒരർത്ഥം കൂടെയുണ്ട്. പർവ്വതങ്ങൾ ജെറുസലേമിലെ ചുറ്റി നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നത് കൊണ്ടാണ് അത് ഉറപ്പുള്ള സിയോൻ പർവ്വതം പോലെ നിൽക്കുന്നേ. എങ്ങനെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാ ഒരു ദൈവഭക്തൻ അനുഭവപ്പെടുക? പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ഒരു ദൈവഭക്തനെ ചുറ്റി കർത്താവ് വലയം ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ വലയം ചെയ്യും. അവൻ ഉറപ്പുള്ള സിയോൻ പർവ്വതം പോലെ നിൽക്കും. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുറ്റി നിൽക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനെ ചുറ്റി ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും അവനെ ചുറ്റി വലയം ചെയ്യും. അവൻ ഉറപ്പോടെ നിൽക്കും, സിയോൻ പർവ്വതം പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകളും വചനങ്ങളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിലൂടെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവശക്തിയാണ്. നിങ്ങളിൽ നിറയുന്നത് ദൈവ സാന്നിധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായത് മാറുവാണ്. ഓരോരുത്തർക്കും അത് ഓരോ തരത്തിൽ അനുഭവിക്കാൻ കഴിയും. ദൈവ സാന്നിധ്യം നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെ പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം ഒരാളിലുണ്ടെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു വ്യക്തിയെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും, എന്നൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും, ഇനി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയാലും അതൊന്നും ആ വ്യക്തിയെ ഏശത്തില്ല, അതൊന്നും ആ വ്യക്തിയെ തൊടത്തില്ല. കാരണം ദൈവഭക്തൻ്റെ ചുറ്റും പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെയാ ദൈവ സാന്നിധ്യം അവരെ ചുറ്റി നിൽക്കുന്നത്. അവനെ എറിഞ്ഞാലും അവനെ കൊള്ളത്തില്ല. ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചാലും ആ ഉപദ്രവം പ്ലാൻ പാളിപ്പോകത്തേ ഉള്ളൂ. കാരണം പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ അവനെ ചുറ്റി ദൈവ സാന്നിധ്യം വലയം ചെയ്യുന്നുണ്ട്. അവൻ്റെ യാത്രകളിൽ, എടുക്കുന്ന തീരുമാനങ്ങളിൽ എല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ഈ സങ്കീർത്തനം 125, 1, 2 പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവമാണ്. ഓരോ കുടുംബങ്ങൾക്ക് ഇത് ലഭിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ പഠിക്കുവാണോ? അതുകൊണ്ട് അവരോടൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കണം, വചനം കേൾക്കണമെന്ന് പറയുന്നേ. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുറ്റി നിൽക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവഭക്തരായ, വചനം കേൾക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും ഇതുപോലെ ശക്തമായൊരു കോട്ട നിലകൊള്ളുന്നുണ്ട്. എന്നാക്ക് നോക്കിയാലും ആ ഒരു സംവിധാനത്തെ, ആ ഒരു വ്യക്തിയെ, ആ കുടുംബത്തെ തകർക്കാൻ പറ്റത്തില്ല. കുറച്ച് വേദനിപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കാം, ചില വിഷമങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കാം. തകർന്നു പോകാത്ത വിധത്തിൽ ഉറപ്പുള്ള സിയോൻ പർവ്വതം പോലെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, സംരക്ഷണം കിട്ടുന്ന വ്യക്തി സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഇന്നും ഇങ്ങനെ ഈ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ കൊടുമ്പിരി കൊണ്ടപ്പോഴും, ഒറ്റപ്പെട്ടപ്പോഴും, പലതരത്തിൽ 4 വശത്തു നിന്നും ഞെരുക്കലുകൾ ഉണ്ടായപ്പോഴും, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോഴും പിടിച്ചു നിന്നത് ഈ പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിന്നതുപോലെ, ചുറ്റി നിന്നതുപോലെ ഒരു ദൈവ സാന്നിധ്യമൊക്കെ ചുറ്റി നിന്നതുകൊണ്ടാകട്ടോ. സ്വന്തം കൈക്കരുത്ത് കൊണ്ടും ബുദ്ധിയുടെ പ്രഭാവം കൊണ്ടും ഒന്നും പിടിച്ചു നിന്നതായിരിക്കില്ല. കുറേ ആളുകൾ നമ്മളെ വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിടിച്ചു നിന്നായിരിക്കണമെന്നില്ല. കുറച്ചൊക്കെ സഹായം കിട്ടിയിട്ടുണ്ടാകും. എന്നാലും ആത്യധികമായി പിടിച്ചു നിന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു കോട്ടയുള്ളത് കൊണ്ടാണ്. എൻ്റെ ഹെഡിങ് തന്നെ എന്തെന്നറിയാവോ? ഈ 125 സങ്കീർത്തനത്തിൻ്റെ കർത്താവ് ജനത്തിൻ്റെ കോട്ട, ജനത്തിൻ്റെ സംരക്ഷണമെന്നാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവേ, പർവ്വതങ്ങൾ
ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ, ചുറ്റി നിന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് എന്നെ ചുറ്റി നിൽക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, ഈ അനുഗ്രഹം എന്ന ആലയത്തിൻ്റെ ചുറ്റും ഈ 125-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വചനത്തിൻ്റെ അഭിഷേകത്തെ ഇവിടെ നിറയ്ക്കണമേ. ഈ ആലയത്തിന് ചുറ്റും ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു കോട്ടയുണ്ടാകട്ടെ. ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുണ്ടാകട്ടെ. അവരവരുടെ വീടിരിക്കുന്ന സ്ഥലം, താമസിക്കുന്ന ഇടത്തെല്ലാം ഇതുണ്ടാകട്ടെ. ആരെങ്കിലും നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? ഇവിടെ അനർത്ഥങ്ങളുണ്ടാകും, ഇവിടെ ദോഷമുണ്ട്, ഇവിടെ അസ്വസ്ഥതയുണ്ട്, ഇവിടെ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. വീടിൻ്റെ ദോഷങ്ങൾ മാറും, വ്യക്തിയുടെ ദോഷങ്ങൾ മാറും, സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും. ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയായി മാറും. പിന്നെ എവിടെ പ്രശ്നങ്ങളുണ്ടാകുമെന്നായി പറയുന്നേ? പിന്നെ എവിടെ തകർച്ചയുണ്ടാകുമെന്നായി പറയുന്നേ? പിന്നെ എവിടെ വാടിപ്പോകുമെന്നായി പറയുന്നേ? ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ ഭിത്തിയുടെ പേരാ ദൈവ സാന്നിധ്യത്തിൻ്റെ കോട്ട. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ പറഞ്ഞ്, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ദൈവവചനം കേൾക്കുന്ന എന്നെ, എൻ്റെ കുടുംബത്തെ ദൈവം ഇതുപോലെ സംരക്ഷിക്കുന്നതിന് നന്ദി. ഇല്ലേ, പണ്ടേ വാടിപ്പോയേനേയും, ചിലപ്പോൾ വല്ല ഡിപ്രഷനൊക്കെ വന്നു പോയേനേയും, മാനസികമായി തകർന്നു പോയേനേയും, വാടിപ്പോയേനേയും എങ്ങനെയാ പിടിച്ചു നിന്നത്? ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയായതുകൊണ്ടല്ലേ. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെയൊക്കെ ഓർത്തു നോക്കിക്കേ. എന്തെല്ലാം പിരിമുറുക്കങ്ങൾ, എന്തെല്ലാം ഒറ്റപ്പെടലുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. നമ്മൾ ചിലപ്പോൾ പറയും, കർത്താവായ യേശു ക്രിസ്തു കുറച്ച് നേരമല്ലേ സഹിച്ചുള്ളൂ, കുറച്ച് നേരമല്ലേ കുരിശെടുത്തുള്ളൂ. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമായി, ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-65 വർഷമായി. ഞാൻ സന്തോഷം എന്നാണെന്നറിഞ്ഞിട്ടില്ല, സമാധാനം എന്നറിഞ്ഞിട്ടില്ല, എന്നാണെന്നറിഞ്ഞിട്ടില്ല, എനിക്കൊരു സ്വസ്ഥതയുണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം മുഴുവൻ മുള്ളും തകർച്ചകളും പ്രയാസങ്ങളുമായിരുന്നു. അല്ല, ഇത്രയൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ടും എന്നാ വാടിപ്പോകാഞ്ഞേ? എന്നാ തകർന്നു പോകാഞ്ഞേ? എന്നാ ഇല്ലാതായി പോകാഞ്ഞേ? എന്താ തോറ്റുപോകാഞ്ഞേ? പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിന്നതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ കോട്ടയുള്ളത് കൊണ്ട് ഉറപ്പുള്ള സിയോൻ പർവ്വതം പോലെ നിൽക്കും. പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ കേട്ട വചനം ഇവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പാടായി മാറണം. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ദർശനമായി മാറണം. ഇത് ജീവിതത്തിൻ്റെ ബോധ്യമായി മാറണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു മനസ്സോടെയാണ്, ഒരു കുടുംബമായിട്ടാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരമായ സഹായം, അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് സംഭവിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലർ വലിയ പ്രയാസത്തിലാണ് കർത്താവെ, വലിയ പ്രതിസന്ധിയിലാണ്. എന്നാ ചെയ്യുമെന്ന് അവർക്കറിയത്തില്ല. ആകെ ശ്വാസം മുട്ടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതകരം പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നതുപോലെ നിന്നതുപോലെ ആ വ്യക്തിയുടെ ചുറ്റും നിൽക്കണമേ. ചിലർ ഹോസ്പിറ്റലുകളിലാണ്, ചിലർ രോഗക്കിടക്കയിലാണ്, ചിലർ ഓപ്പറേഷൻ്റെ മുമ്പിലാണ്, ചിലർ ചില കാര്യങ്ങളെ ഓർത്ത് അധികമായി ഭാരപ്പെടുന്നു, ഭയപ്പെടുന്നു, ടെൻഷനാകുന്നു. കർത്താവെ, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുറ്റി നിന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ദൂതന്മാർ ആ വ്യക്തിയെ, ആ കുടുംബത്തെ ആ ഭയത്തിൽ നിന്ന് സംരക്ഷിക്കണമേ, ചുറ്റും നിൽക്കണമേ. ഉറപ്പോടെ നിൽക്കാൻ ശക്തി കൊടുക്കട്ടെ, ശക്തി, ധൈര്യം ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരികയല്ലെന്നേ, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ദൈവത്തിൻ്റെ കരം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വേദനിക്കുന്ന, വിഷമിക്കുന്ന ഒരാളെ കണ്ട് തിരിഞ്ഞു പോകുന്ന, മുഖം തിരിച്ച് കടന്നു പോകുന്ന ഒരു ദൈവത്തെ സുവിശേഷത്തിൽ കാണത്തില്ല. ഉടനെ അവന്, ആ വീണ് കിടക്കുന്നവന്, മുറിവേറ്റവന് മരുന്നായി ചെല്ലുന്ന, എഴുന്നേൽപ്പിക്കുന്ന, വച്ചുകെട്ടുന്ന, എണ്ണയും വീഞ്ഞും പകരുന്ന ഒരു നല്ല ദൈവത്തെയാണ് കാണുന്നത്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന, നിരാശ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാ, വാടിപ്പോകാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. തകർന്നു പോകാതെ ചേർത്ത് പിടിക്കണമേ. വാടിപ്പോകാതെ, ഉണങ്ങിപ്പോകാതെ അങ്ങയുടെ കരം ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. അല്ലേ, ഞങ്ങൾ വാടിപ്പോകും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങളൊന്നും ഉണ്ടാകാതെ കാത്ത് സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ. മുപ്പെത്താത്ത മരണം, അപകടങ്ങൾ ഒക്കെ മാറിപ്പോകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ സഹായം
നമുക്ക് ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നാളെയും 5:30 കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ, കരുതട്ടെ. ആമേൻ.